ഹലോ ഗായ്സ്, വെൽക്കം ടു ക്യൂബെക്സ്. ഇന്ന് നമ്മൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ വർക്ക് എന്ന് പറയുന്ന ഒരു ഇന്നോവയുടെയാണ്. നമുക്ക് ഈ വർക്ക് വന്നിരിക്കുന്നത് ഇൻറ്റീരിയർ റെസ്റ്റോറേഷന് വേണ്ടി മാത്രമായിട്ടാണ്. അതായത് ഒരു ടൈപ്പ് 4 കൺവേർട്ട് ചെയ്ത 2007 ഒരു ഇന്നോവയാണ് നമുക്കിന്ന് വന്നേക്കുന്നത്. ഇതിൽ നമ്മുടെ വർക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, യൂഷ്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റിൽ തന്നെയാണ് ഇന്നും തുടങ്ങുന്നത്. ഓട്ടോ ഫോൾഡ് മിറേഴ്സ്, അതായത് നമ്മുടെ പഴയ ഇന്നോവയിൽ നമ്മൾ ഓട്ടോ ഫോൾഡ് മിറേഴ്സ് ആഡ് ചെയ്തേക്കുകയാണ്. അതായത് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കാണാം, ഒരു ക്രിസ്റ്റയുടെ മിററാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. നമ്മൾ വണ്ടിയുടെ ബോഡി കളേഴ്സ് ചെയ്തിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിലെ ഇൻറ്റീരിയർ വർക്കാണ്. ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ വർക്ക് എന്ന് പറയുന്നത്. അതായത് ഈ വണ്ടി നമുക്ക് വന്നത് വളരെ ഒരു മോശം കണ്ടീഷനിലാണ്. അതായത് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആകെ നശിച്ച് ഫുൾ പൊടിയും അഴുക്കും, എവിടെയോ ഒരു 4-5 മാസം കയറി കിടന്നൊരു വണ്ടിയാണ്. അപ്പം നമ്മൾക്ക് അത് ക്ലീൻ ആക്കി എടുക്കുക പോസിബിൾ ആയിരുന്നില്ല. അപ്പം നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ എൻ്റയർ ട്രിംസിൻ്റെ കളർ നമ്മൾ മാറ്റി. അതായത് ഒരു ടാൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നമ്മൾ ആഡ് ചെയ്തേക്കാണ്. അതേപോലെ അതിൻ്റെ റൂഫ് നമ്മൾ ബ്ലാക്ക് കവർ ചെയ്തു, ഫുൾ റൂഫ്. അതായത് ഒരു കോമ്പിനേഷന് വേണ്ടി റൂഫ് ബ്ലാക്ക് ആക്കി, അതിൻ്റെ കണക്ടേഴ്സും അതിൻ്റെ AC വെൻസും എല്ലാം ടാൻ ഷെയ്ഡിലാക്കി. അടുത്തൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് ആണ്. നിങ്ങൾക്ക് കാണാം 2006 അതായത് ടൈപ്പ് 1 ടൈപ്പ് 2 ഇങ്ങനത്തെ ഒരു സ്റ്റിയറിംഗ് വരുന്നില്ല. നമ്മളിതിപ്പോൾ ചെയ്തിരിക്കുന്ന ടൈപ്പ് 4ൻ്റെ സ്റ്റിയറിംഗ് ഈ മോഡലിന് ആഡ് ചെയ്തേക്കുകയാണ്. അതിൻ്റെ അകത്ത് അതിൻ്റെ ഫുൾ ഇതായിട്ട് എടുത്തു, അതിനൊരു ലെതർ ജെനുവിൻ സ്റ്റിച്ചിങ് നടത്തി. കൺട്രോൾസ് ഫുൾ വർക്കിംഗ് ആണ്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആഡ് ചെയ്തു. പിന്നെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഡോർ പാഡ്സിൽ വലിയൊരു ട്യൂട്ടർ ഇരിക്കുന്നത്. അത് നമുക്ക് നിവർത്തിയേട് കൊണ്ട് വെച്ചതാണ്. കാരണം അതിൽ ഓൾറെഡി ട്യൂട്ടർ കട്ട് ചെയ്തിരിക്കാൻ വേണ്ടി വേറെ നേരത്തെ ചെയ്തിരുന്നവർ ഓൾമോസ്റ്റ് ഒരു 3 ഇഞ്ചിൻ്റെ കട്ടിങ് ആണ് ഇട്ടിരുന്നത്. നമുക്കൊരു ജെനുവിൻ ട്യൂട്ടേഴ്സോ കമ്പോണൻറ്റ് സ്പീക്കേഴ്സിൻ്റെ ട്യൂട്ടർ വെച്ച് അത് കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒരു നോർമൽ ട്യൂട്ടേഴ്സ് വെച്ച് ആ ഹോളങ്ങ് അടയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ ട്രിംസ് എല്ലാം ഗ്ലോസി ബ്ലാക്ക് ആൻഡ് ടാൻ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രിൽസ്, സ്പീക്കർ ഗ്രിൽസ് ബ്ലാക്ക് ആക്കി. സ്റ്റിയറിംഗ് കൺട്രോൾസ് പ്രോപ്പർ വർക്കിംഗ് ആണ്, അത് ഞങ്ങൾ കാണിച്ചു തരാം. സീറ്റ്സ് മൊത്തം ബ്ലാക്ക് പോർഷെ ലെതർ ക്ലോത്തിൽ നമ്മൾ ടാൻ സ്റ്റിച്ചിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആ കോമ്പിനേഷന് വേണ്ടി സ്റ്റിച്ചിങ് ത്രെഡിൻ്റെ കളറ് നമ്മൾ ടാൻ ആണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. സീറ്റ് ആണെങ്കിൽ തന്നെ വളരെ തകർന്ന ഒരു കണ്ടീഷൻ, ഇതിൻ്റെ റെയിൽസ് അടക്കം കംപ്ലൈൻ്റ് ആയിരുന്നു. എല്ലാം കറക്റ്റ് ചെയ്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഹാൻഡ് റെസ്റ്റിന് ആദ്യം ഇത് കൊടുത്തു. ഹാൻഡ് ബ്രേക്കിന് സെയിം ക്ലോത്തിൽ കവർ ചെയ്ത് സ്റ്റിച്ചിങ് ഇട്ട് ഹാൻഡ് ബ്രേക്കിന് കൊടുത്തു. ഗിയർ ബൂട്ട് ആണെങ്കിലും അതേ കോമ്പിനേഷനിലേക്ക് മാറ്റി. ഓൾ ഓവർ നിങ്ങൾക്ക് ആൻഡ്രോയിഡിൻ്റെ പാനൽ കാണാം, ഗ്ലോസി ബ്ലാക്ക് ആണ്. കാരണം ബാക്കിയെല്ലാം ഒരു മാറ്റ് ഫിനിഷ് വന്നുകൊണ്ട് ആൻഡ്രോയിഡിൻ്റെ പാനൽ മാത്രം നമ്മൾ ഗ്ലോസി കൊടുത്തു, ബാക്കി മൊത്തം മാറ്റ് ഫിനിഷാണ്. ഇത് ആൻഡ്രോയിഡിൻ്റെ ഒരു E4ൻ്റെ ആൻഡ്രോയിഡ്, അതായത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ കാർപ്ലേ വരുന്ന ഒരു ഇതാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റിയറിംഗ് ഇപ്പം ഞാൻ പറഞ്ഞത് ജെനുവിൻ ലെതറാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതേപോലെ വോളിയം കൺട്രോൾസ് എല്ലാം ഇത് നോക്കിയോളൂ, എല്ലാം വർക്കിംഗ് ആണ്. ഇതിൻ്റെ അകത്ത് കൺട്രോൾസ് എല്ലാം പ്രോപ്പർ വർക്കിംഗ് ആണ്. മോഡ്സ് എല്ലാ സാധനം, അതായത് നിങ്ങൾക്ക് ഒരു ടൈപ്പ് 4ൻ്റെ ടോപ്പ് എൻഡിൽ വരുന്ന എല്ലാ ഫങ്ഷൻസും ഈ സ്റ്റിയറിംഗിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ ക്യാമറ ആണെങ്കിൽ പോലും ഒരു ഫിഷ് ഐ HD ക്യാമറയാണ്. പക്ക വൈഡ് ആംഗിൾ നല്ലൊരു ക്യാമറയാണ് നമ്മൾ ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഓവറോൾ ഈ വീഡിയോ കാണൂ. ഔട്ടർ വർക്കിൽ നമ്മൾ ആകെ പറയാനായിട്ട് ചെയ്തേക്കുന്ന മിറേഴ്സ് ആഡ് ചെയ്യുകയാണ്. ആ മിറേഴ്സ് ആണെങ്കിൽ പോലും ഫുൾ കൺട്രോളാണ്. ഇതിൻ്റെ ഗ്ലാസ് ആണെങ്കിലും എല്ലാ സാധനവും പ്രോപ്പർലി വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് കാണാം 2 സൈഡിലത്തെയും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. പിന്നെ ഓട്ടോ ക്ലോസ്, ഇപ്പം നിങ്ങൾക്ക് യൂഷ്വലി നിങ്ങൾ ചെയ്യുന്ന കണക്ക് നിങ്ങൾക്ക് ഓട്ടോ ക്ലോസർ ഇതും കംപ്ലീറ്റ് മിറേഴ്സിൻ്റെ എല്ലാ ഫങ്ഷൻസും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ ആണെങ്കിൽ പോലും നമ്മളിപ്പോൾ ആഡ് ചെയ്തേക്കുന്നത് E4ൻ്റെ ഒരു സ്റ്റീരിയോ, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ കാർപ്ലേ, 4 കോയാക്സിയൽ സ്പീക്കേഴ്സ് ഇൻഫിനിറ്റിയുടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇൻറ്റീരിയർ റെസ്റ്റോറേഷനാണ് നമ്മൾ ഈ വർക്ക് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തൊരു ഏറ്റവും വലിയൊരു സാധനമാണ് ഈ കാണുന്നത്. ഇതാണ് ഈ വണ്ടിയിൽ വന്ന സ്റ്റിയറിംഗ്, അതായത് പഴയ നമ്മുടെ സ്റ്റിയറിംഗ്. എൻ്റെ പരുവം നിങ്ങൾ കണ്ടല്ലോ അല്ലേ, കൺട്രോൾസോ ഒന്നും നമുക്കില്ല. അത് നേരെ നമ്മളിത് ടൈപ്പ് 4ൻ്റെ ഒരു സ്റ്റിയറിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോളിയം കൺട്രോള് കാര്യങ്ങൾ, അതിൻ്റെ മോഡ് ബട്ടൺസ് എല്ലാം, അപ്പ് ആൻഡ് ഡൗൺ ആരോസ്, അതായത് നെക്സ്റ്റ് സെലക്ട് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാം ഫങ്ഷനിങ്ങുമാണ്. പിന്നെ ഇത് ഈ പറഞ്ഞ കണക്ക് സ്റ്റിയറിംഗ് നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ അകത്ത് നമ്മൾ ജെനുവിൻ ലെതറാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗിയർ നോബ് ഒരു നോർമൽ ലെതർ ഗിയർ നോബ് ആഡ് ചെയ്തിട്ടുണ്ട്.
പിന്നെ യൂഷ്വലി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് കാണാം റൂഫിലെ ലൈറ്റ്സ്, മിറർ ഹോൾഡേഴ്സ് എല്ലാം ടാൻ ഷെയ്ഡിലേക്ക് മാറ്റി. നമ്മുടെ ഇതിൻ്റെ സൺസ്ക്രീനിൻ്റെ ഇതിൻ്റെ ഷെയ്ഡ് നമ്മൾ ബ്ലാക്കിലേക്ക് മാറ്റി. റൂഫ് ലൈറ്റ്സ് മൊത്തം വൈറ്റ് വിത്ത് ടാൻ കോമ്പിനേഷൻ. നിങ്ങൾക്ക് കാണാം ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ നമ്മൾ 4 ഡോർ പാഡ്, ഡാഷ്, ഡോർ ട്രിംസ്, ഡിക്കി, ബാക്ക് സീറ്റിന്റെ സൈഡ്സ്, ഫുൾ ഇന്റീരിയർ ഓൾ ട്രിംസ് നമ്മൾ ടാൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ചെയ്തിരിക്കുകയാണ്. അതായത് റൂഫ് ഇറങ്ങി വരുന്ന ബ്ലാക്കിൽ, കണ്ടിന്യൂഷൻ വരുന്നത് മൊത്തം ബ്ലാക്കിലും, അതിന്റെ താഴോട്ട് വരുന്ന പാർട്ട് മൊത്തം ടാനിലും. അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഇതിരിക്കുന്നത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ ഇപ്പോൾ ഡോറിൽ തന്നെയാണെങ്കിൽ നമ്മൾ കൈവെക്കുന്ന പാർട്ട്, അതായത് ഹാൻഡ് പാർട്ട് ഏരിയ നമ്മൾ ഗ്ലോസി പാനൽ, അതായത് ഒരു ടാൻ ആൻഡ് ഗ്ലോസി മിക്സേഴ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ബേസിക്കലി ഇങ്ങനെ കളർ ആക്കാൻ കാരണം എന്ന് വെച്ചാൽ അത്രയും മോശം ഒരു കണ്ടീഷനിലായിരുന്നു എൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. റിസ്റ്റോർ ചെയ്തെടുക്കാൻ വേറെ നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും കിട്ടാത്തൊരു പരുവായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റൈലിലേക്ക് ഇത് ചിന്തിച്ചത്. പിന്നെ ഇതിൻ്റെ വയറിംഗ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ചെയ്തത്. അതായത് ഫോഗ് ലാംപ്സ് ഒന്നും വർക്കിംഗ് അല്ലായിരുന്നു, ഹെഡ് ലാംപ്സ് വർക്കിംഗ് അല്ലായിരുന്നു. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ക്യൂബിക്സിൻ്റെ ഇന്നത്തെ നമ്മുടെ വർക്കാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. സോ ഗൈസ്, ഇതേപോലെ എന്തെങ്കിലും ഇന്നോവ ഓർ എനി കാർ നിങ്ങൾക്ക് ഇന്റീരിയർ റെസ്റ്റോറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിനൊത്ത് ഓൾ കളർ തീം മാറ്റണം, അങ്ങനെ എന്തെങ്കിലും സ്റ്റിയറിംഗ് ചേഞ്ചിങ് എന്താണെങ്കിലും ക്യൂബിക്സിനെ കോൺടാക്ട് ചെയ്യൂ. സോ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ക്യൂബിക്സ് കസ്റ്റമേഴ്സ്. സോ ഗൈസ്, ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനും കൂടുതൽ വർക്കുകളും ഞങ്ങൾ ഇനിയും നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ക്യൂബിക്സ് കസ്റ്റമേഴ്സ്. Thank you for supporting Cubics customers. So thank you guys. Thank you for watching us.